ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യാണേ. അപ്പോൾ ഇത് ഹരിയാനയാണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണേ. ഇത് കണ്ടോ, രാവിലെ തന്നെ പശുവൊക്കെ പോകുന്നത്, വെള്ളമൊക്കെ കുടിച്ച് അവരവരെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വിചാരിക്കുമ്പോൾ ഇത് 5 മണിയും 6 മണിയും ഒന്നുമല്ല, രാവിലെ നട്ടുച്ചയാവാറായി. സമയം ഇപ്പോൾ ഒരു 11:30 മണിയായിരുന്നുണ്ട്. അരമണിക്കൂറും കൂടെ ആയി നമുക്ക് നട്ടുച്ചയായിക്കോളും. അപ്പോൾ ഇത് നോക്കിക്കുക, ആ സമയത്തുള്ള ഒരു ഞാൻ 2-3 പ്രാവശ്യമൊക്കെ പുക വരുന്നുണ്ടോ എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണെന്നല്ല, എപ്പോഴും വരുന്ന പുക ഈ പ്രാവശ്യം എന്നെ ചതിച്ച് കളഞ്ഞിട്ടുണ്ട്. വന്നിട്ടില്ല, എവിടെ പോയോ ആവും. അപ്പോൾ ഈ ഒരു സമയം നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പ്. ഞാൻ ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. എണീറ്റ് പോയി ബാക്കി പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളിവിടെ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നേരെ കണ്ടോ, നല്ലത്. ഇത് നിങ്ങൾക്ക് മൊബൈൽ കോഡ് കാണുമ്പോഴത്തേക്കും അത്ര കോടമഞ്ഞ് തോന്നത്തില്ല, പക്ഷെ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല അടിപൊളി മഞ്ഞ്. പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി. രാത്രി നട്ടുച്ചയ്ക്കാണ് രാവിലത്തെ കാപ്പി കുടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവാമെന്ന് വെച്ചാൽ അപ്പം ചായയും അത്രയും മാത്രമേ ഉള്ളൂ. വേറെ കറിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചീസും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പത്തിൻ്റെ മാവ് വീഴ്ത്തുക, കുറച്ച് മുളക് പൊടി വീഴ്ത്തുക, പിന്നെ കുറച്ച് ചീസും കൂടെ ഇട്ടിട്ട് ഒരു അരക്കപ്പ് ചായയും കൂടെ. ഇപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 2 ഞാൻ ചെറിയ 2 അങ്ങ് ചുട്ടെടുത്ത് രാവിലത്തെ. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും അവരെ എണീക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറായിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഞാൻ എന്തായാലും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കരുത്ത് എനിക്ക് വേണമല്ലോ. അതുകൊണ്ട് രാവിലെ ഞാൻ ഞാൻ നല്ല രീതിക്ക് അങ്ങ് അടിക്കുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്കൊക്കെ പോയി. ഇപ്പോൾ ചോദിക്കും ഹസ്സിനും ഇതാണോ എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഹസ്സിന് രാവിലെ ചപ്പാത്തിയൊക്കെ ആയിരുന്നേ. പിന്നെ നമ്മൾ മലയാളി കടയിൽ പോയപ്പോൾ ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. നല്ല ചൂര മീനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പം. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. പിന്നെ മരിച്ചിനിയുണ്ട്. അപ്പം നേരെ ഞാൻ വിചാരിച്ചു നേരെ അടുക്കളയിൽ കയറി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന്. അപ്പോൾ മരിച്ചിനിയൊക്കെ ഞാൻ വെട്ടി ക്ലീൻ ആക്കുന്നുണ്ട്. ഒരാവേശത്തിന് അവിടുത്തെ ജനലൊക്കെ ഞാനൊന്ന് തുറന്നിട്ടതാണ്. എൻ്റെ പൊന്നോ, കാറ്റ് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് അടച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റാണ്. തണുപ്പ് പിന്നെയും സഹിക്കാം, പിന്നെ അതിൻ്റെ കൂടെ ഒരു കാറ്റുണ്ട്, ഒരു വൃത്തികെട്ട കാറ്റ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പറ്റാത്തത്. അപ്പോൾ നേരെ ഞാൻ ചോറിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചിനി അടുപ്പിലാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ വാരി അങ്ങ് പെറുക്കി ഇടുന്നുണ്ട്. പിന്നെ ഒരു വീട്ടമ്മയ്ക്ക് പിന്നെ ഇതിനപ്പുറം ഒന്നും കാണിക്കാനൊന്നും ഇല്ലല്ലോ. അടുക്കളയും വീടും, അടുക്കള, തുണി, അലക്ക്, അതൊക്കെ തന്നെ ഉള്ളൂ കാണിക്കാൻ. പിന്നെ ഞാൻ കുറച്ച് മീനെടുത്ത് പൊരിച്ചു, ബാക്കി വച്ചു. അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതും നമ്മുടെ മട്ട അരിയാണ് കേട്ടോ സംഭവം. മട്ടച്ചോറില്ലേ, അത് തന്നെയാണ് ഇവിടെ മലയാളി കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ ചേട്ടനും മക്കൾക്കും ഉള്ളതൊക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചോറ്, അതിൻ്റെ കൂടെ നല്ല ഇളക്കിയിട്ട് നല്ല കപ്പയായിരുന്നു കേട്ടോ. അതാന്ന് പറയുമ്പോൾ അങ്ങ് വെന്തങ്ങ് ഉടങ്ങി പോയി. ഇവിടെ എല്ലാവർക്കും നല്ലോണം വേവണേ. അപ്പോൾ മരിച്ചിനിയും, നമ്മളിവിടെ മരിച്ചിനി തിരുവനന്തപുരം സ്റ്റൈലൊക്കെ മരിച്ചിനി എന്നാണ് പറയുക. അത് ചില കപ്പാന്നും പറയും കേട്ടോ. അപ്പോൾ അത് നല്ല കുറുകിയത് നോക്കിക്കേ. എൻ്റെ പൊന്നെ, ഇത് എഡിറ്റ് ചെയ്തതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ ഒരു ആക്രാന്തം, പിന്നെ ഒരു ചെറിയൊരു ആക്രാന്തം മൂത്ത് ഞാൻ തന്നെ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ നോക്കുക. കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി, കയ്യിലൊന്നും കിട്ടുന്നില്ല, എന്നാലും ആക്രാന്തത്തോടെ വാരി വിളിച്ച് തിന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ പറയാതിരിക്കാൻ വേണ്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് മക്കൾക്ക് കൊടുത്തു, ചേട്ടനും കൊടുത്തിട്ട് നേരെ ഇനി മക്കൾക്ക് കൊടുക്കാനുള്ള പരിപാടി. കാരണം അവർ രാവിലെ പിന്നെ ഫ്രൈ മറന്നു പോയി. ഫ്രൈ ഒക്കെ എടുത്തു വെച്ച് നേരെ ഇനി മക്കൾക്ക് കൊടുക്കാനുള്ള പരിപാടി. നല്ല ചൂട് ചോറ്, മരിച്ചിനി, നല്ല കറിയും, നല്ല മീൻകറിയും, പിന്നെ പൊരിച്ച മീൻ. 2 കൂടെ അവിടെ ഹാജരായിട്ട് ഇരുന്ന് നല്ല വിശപ്പുണ്ട്. കാരണം ഇപ്പോൾ എണീറ്റ് വന്നത് ബ്രഷൊക്കെ ചെയ്തിട്ട് ഇരുന്ന് ഇരിപ്പാണ് കേട്ടോ. സമയം എത്രയായി? 1 മണിയായപ്പോഴും ഇവളുമാർ എണീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല തണുപ്പാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാഞ്ഞത് വന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ ചീറ്റിപ്പോയി. പിന്നെ ആ മോക്ക് കൊടുത്തു. അങ്ങനെ 2 പേർക്കും കൂടെ മത്സരിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ മീൻ അങ്ങനെ വാങ്ങാറില്ല. സംഭവം ഇത് ഫ്രീസ് ചെയ്തൊക്കെ വരുന്ന സംഭവമാണ്, അതുകൊണ്ട് പിന്നെ അധികം വാങ്ങാറില്ല. പക്ഷേ ചൂരമീൻ വാങ്ങിച്ച് വെച്ച് കറിയൊക്കെ വെച്ച് വലിയ കുഴപ്പമൊന്നുമല്ല. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ തോന്നിയത്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. നമ്മൾ കഴിക്കാതിരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ബാക്കി ആസ് യൂഷ്വൽ ബാക്കി ഈ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലോട്ട് വലിച്ചിട്ട്, പിന്നെ ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനുണ്ടല്ലോ ഭയങ്കര ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. എല്ലാവരും പറയും തണുപ്പല്ലേ, കാണാൻ നല്ല രസമല്ലേ എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഒന്നും ഇതത്ര വലിയ രസമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ വന്ന് കാണാൻ വരുന്നവർക്ക്, സ്ഥലങ്ങളൊക്കെ കാണാൻ വന്ന് ഒരാഴ്ച വന്നോ അല്ലെങ്കിൽ 1 മാസം വന്നു പോകുന്നവർക്കാരും അത്രയും പ്രശ്നം തോന്നത്തില്ല. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ തണുപ്പ് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി ബാക്കി ക്ലീനിങ് പരിപാടിയിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇനി
നമുക്കിന്ന് ലക്ഷ്മിയുടെ വീട് വരെ ഒന്ന് പോകണം കേട്ടോ. എൻ്റെ കൂട്ടുകാരി നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടം വരെ ഒന്ന് പോകണം. അപ്പോൾ പെട്ടെന്ന് ഞാൻ പാത്രമൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കി പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഈ നമ്മുടെ എണ്ണയും അങ്ങനെ നമുക്ക് ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മാത്രമേ ചില എണ്ണ വിഴുക്കെന്നൊക്കെ പറയത്തില്ല, അതായത് നമ്മുടെ നെയ്യും വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ, അതൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകിയാലേ പോകുള്ളൂ. പിന്നെ ഇവിടെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് നേരത്തെ പിള്ളേരുള്ള വീട്ടിലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം വലിച്ചു വാരി എല്ലാം ഇട്ടിട്ടുണ്ടാവും. എല്ലാം ഒതുക്കി പറക്കി തൂത്ത് വരുന്ന പരിപാടിയാണ്. തൂക്കുക എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു വരിക. ഈശ്വര, ഇനി എന്നെ ആരും ട്രോളാൻ വരണ്ട കേട്ടോ. ഓരോരുത്തർ ഓരോ സംഭവങ്ങളാണ് ഓരോന്നും പറയുന്നത്. അപ്പോൾ അതേ നോക്കിക്കോ. അപ്പോൾ അതേ അങ്ങനെ തൂത്ത് ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് തേങ്ങയാണ് ഈ പെണ്ണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എനിക്ക് കാണിക്കാനുള്ളൂ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇതേ പുറത്തൊക്കെ വന്നത് ഇപ്പം സമയം എത്രയാണെന്നറിയോ? സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കി അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഇതേ പട്ട എപ്പോഴോ വാങ്ങിച്ചാൽ പറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ അവിടെ കെട്ടിയിട്ടു. ഇനി കിടന്ന് പറഞ്ഞു നീ അവിടെ കിടന്നു. പിന്നെ നേരെ 3 മണിയായപ്പോൾ ചെറിയൊരു വെയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് തുണി ഒന്ന് എടുത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എവിടെ ഇത് 2 ദിവസം മുമ്പ് നനച്ച് വെച്ച തുണികൾ വെയിൽ വരും പോകും, വെയിൽ വരും പോകും, ഒട്ടും വെയിലില്ല കേട്ടോ. പിന്നെ ഇതേ കുറച്ച് മുകളിലും താഴെയായിട്ടൊക്കെ ഞാൻ വിരിച്ചിട്ടു. വെറുതെ ആണ്. പിന്നെ ഞാനിന്നിപ്പോൾ കുളിയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ നൈസായിട്ട് മേല് കഴുകാമെന്ന് വെച്ച് തലയൊക്കെ ഒന്ന് മുകളിലോട്ട് കെട്ടി വെച്ച് മേല് മാത്രം കഴുകാമെന്ന് വെച്ച് മക്കളെ അതുപോലെ തന്നെ കേട്ടോ എല്ലാത്തിനെയും ഇത് റെഡിയാക്കി എടുക്കുകയാണ്. സർവീസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടാണ് ഇവളും വരെ റെഡിയാക്കാൻ വേണ്ടി പോയത്. ഗോ ടു യുവർ ബാത്റൂംസ്. ഓക്കെ പോയി. ഞാനും റെഡിയായി ഒന്ന് കുളിച്ച് വന്നു. അവരും കുളിക്കാൻ നേരെ തൊപ്പിയൊക്കെ വെച്ച് നേരെ നമ്മൾ പോകുന്നത് വീട്ടിലോട്ടാണ് കേട്ടോ. ലക്ഷ്മിയുടെ വീടെത്തി. നമ്മൾ പിസ്സയൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ പോയത്. ഇന്ന് എന്തായാലും അവളുടെ ഹസ്ബൻഡും അവിടെ ഇല്ല, നമ്മുടെ ഹസ്ബൻഡും ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഇവിടെ നിന്ന് ഒരു വീട്ടിലങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ആഘോഷം നമ്മൾ തട്ടിക്കൂട്ടിയേ. പെട്ടെന്ന് അങ്ങനെ ആഘോഷം ഒന്നും പറഞ്ഞ് അങ്ങനെ പോയതല്ല കേട്ടോ, വെറുതെ പോയി. അപ്പോൾ വിചാരിച്ച് എന്തെങ്കിലും വാങ്ങണ്ടേ, അങ്ങനെ പിസയും വാങ്ങിച്ച് നമ്മൾ നേരെ പിസയും വാങ്ങിച്ച് പിന്നെ എന്തുമായിരുന്നു ഫുള്ളും അവിടെ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. നമ്മൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് പോയി. എല്ലാവർക്കും നമ്മുടെ അതെ. പിന്നെ ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവക്ക് ക്യാമറ ഉണ്ട് അപ്പം നാണമാണ്. പിന്നെ നമ്മളിവിടെ ആലു പൊറോട്ട എല്ലാം ഗോപി പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചു കേട്ടോ നമ്മൾ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കലാവിരുന്ന്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എൻ്റെ ഡേ മൈ ലൈഫ്. ടാറ്റാ.